ഈയിടെയായിട്ട് നമ്മൾ സ്മാർട്ട് ഫോണുകളെ പറ്റി സംസാരിക്കുമ്പോൾ എസ്പെഷ്യലി സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പോൾ പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്തെങ്കിൽ നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് 6.5 ഇഞ്ചിൻ്റെ കേർവ്ഡ് ആമോലെഡ് 1.5K റെസൊല്യൂഷൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതായത് ഈ ആമോലെഡിൻ്റെ കൂടെ ഒരു വാലായിട്ട് കേർവ്ഡ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. ഈ കേർവ്ഡ് ഭയങ്കര അലമ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ഇടയായിട്ട് ഇറക്കുന്ന മിക്ക ഫോണും എസ്പെഷ്യലി 20,000 to 30,000 കേർവ്ഡ് കൊണ്ട് ഇപ്പോൾ നിക്കപ്പുറതിയില്ല. അതായത് ഏത് ഫോൺ എടുത്താലും കേർവ്ഡാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ സജഷൻ ചോദിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ സജഷൻ ചോദിച്ചപ്പോൾ ഞാൻ നോക്കിയിട്ട് അവനും കേർവ്ഡ് ഇഷ്ടമല്ല എനിക്കും കേർവ്ഡ് ഇഷ്ടമല്ല, പക്ഷേ ഉള്ളതല്ല കേർവ്ഡാണ്. ഞാൻ എന്ത് ചെയ്യും? കാരണം അവൻ്റെ അടുത്ത് ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റാണ് അവന്. അതായത് നമ്മൾ കേർവ്ഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ താഴെ വീണാൽ ഹൃദയം പോലെ പൊട്ടും. അത് അവനും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഏത് പറയും? ഞാനൊരു ഫോൺ പറഞ്ഞു കഴിഞ്ഞാൽ കേർവ്ഡ് ആണല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ കേർവ് ഇല്ലാത്തൊരു ഫോണിനെ പറ്റി നോക്കുമ്പോൾ അതിന് ഈ ഒരു പ്രശ്നം. സോ ഈ കേർവ്ഡിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എനിവേ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ പരിഗണിക്കണം കേട്ടോ, ഞാൻ എപ്പോഴും മറന്നു പോകും. എന്നാലും പോർത്ത് സ്ഥിതിക്ക് പറഞ്ഞു. അപ്പോൾ കേർവ്ഡിൻ്റെ ഒരു പ്രത്യേകതരം ആ ട്രെൻഡിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ആക്ച്വലി ബാക്ക് ഇൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു പച്ചപ്പുള്ള ഗ്രാമത്തിൽ അങ്ങനെയൊന്നുമല്ല, ഏതോ ഒരിടത്ത് സാംസങ് എന്ന് പറഞ്ഞ കമ്പനി നോട്ട് എഡ്ജ് എന്ന് പറഞ്ഞൊരു ഫോൺ ഇറക്കിയിരിക്കുകയാണ്. അതിന് മുമ്പ് വേറൊരു സാധനം ടെസ്റ്റ് ചെയ്തായിരുന്നു, അതിനെപ്പറ്റി നമ്മളിവിടെ പറയുന്നില്ല. സൈഡ് കേർവ് എന്ന് പറഞ്ഞ രീതിയിൽ സാംസങ് നോട്ട് എഡ്ജ് എന്ന് പറഞ്ഞൊരു ഫോൺ റിലീസ് ചെയ്തു. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ കൊള്ളാമല്ലോ. അതായത് നമ്മളൊരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണ് വേറെ എങ്ങോട്ട് ഓടിക്കരുത്. അതിപ്പോൾ ആ ഫോണിൻ്റെ ബെസൽസ് ആയാൽ പോലും ആ ബെസൽസ് പോലും നമ്മൾ മൈൻഡ് ചെയ്യരുത്. ആ ബെസൽസ് ഉൾപ്പെടെ ഇങ്ങനെ വളഞ്ഞിരിക്കണം. ആ ഒരു തിയറി കൊണ്ട് ഒരു പ്രീമിയം, അതായത് ലുക്ക് എന്ന് പറഞ്ഞ ഒരു ഒറ്റ കാര്യം കൊണ്ട് മാത്രം വന്നൊരു സാധനമാണ് കേർവ്ഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പം ലുക്കിനെ പറ്റി പറഞ്ഞാൽ നമുക്കറിയാം, വിവോയോ ഓപ്പോയോ അങ്ങനെയാണ്. ലുക്ക് എന്ന് പറഞ്ഞ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് അവർ നിൽക്കുന്നത്. വിവോയുടെ X സീരീസ് ഒഴിച്ച്. ഓക്കെ, ഞാനത് എടുത്ത് പറയും. റെനോ സീരീസിനെ പറ്റി എനിക്ക് കൂടുതൽ പറയാനില്ല. എനിവേ, എന്നാലും ഈ കേർവ്ഡ് ഡിസ്പ്ലേ അപ്പോൾ ഒരു പ്രീമിയം സെറ്റപ്പാണ്. അത് കഴിഞ്ഞ് S6 എഡ്ജി വന്നു, S7 എഡ്ജി വന്നു, പിന്നെ അങ്ങോട്ട് കേർവ്ഡ്. അപ്പം അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല എമൗണ്ട് കൊടുക്കുന്ന ഫോണുകളിലായിരുന്നു കേർവ്ഡ് ഉണ്ടായിരുന്നത്. അതായത് സാംസങ്ങിൻ്റെ ഹയസ്റ്റ് ഫ്ലാഗ്ഷിപ്പിലൊക്കെ ആയിരുന്നു കേർവ്ഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവൻ്റെ കേർവ്ഡ് ഡിസ്പ്ലേ വിഷയം തന്നെ. ഇപ്പോൾ നമ്മൾ ഒരാളുടെ ഫോൺ കൈ മേടിച്ചു കഴിഞ്ഞാൽ കേർവ്ഡ് ഇങ്ങനെ നമ്മൾ ചിരുന്നു പോകും. കാരണം വല്ലാത്തൊരു ഫീലാണ് കേർവ്ഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. കാരണം ഭയങ്കര നമ്മളിങ്ങനെ സീംലെസ്ലി അതിനകത്ത് ഇരുന്നു. ആ ഒരു കോൺസെപ്റ്റിലായിരുന്നു പൊക്കോണ്ടത്. അപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള സാംസങ് ആ കേർവ്ഡ് അവരുടെ ഒരു മെയിൻ സാധനമാക്കി, ട്രേഡ് മാർക്കാക്കി. OnePlus വന്നു, വിവോ കൊണ്ടുവന്നു, പിന്നെ ഷവമി സാംസങ് രണ്ട് സൈഡും കേർവ് ആക്കിയപ്പോൾ ഷവമി എന്ത് ചെയ്ത്, നീയൊക്കെ രണ്ടിട്ടാ ഞാൻ 4 ഇറക്കും എന്ന് പറഞ്ഞ് മേളിലും താഴെയും കൂടെ കേർവ്ഡ് ആക്കി, അതായത് ക്വാഡ് കേർവ് ആക്കി. അത് കഴിഞ്ഞ് ഷവമി കുറച്ചുകൂടെ ചൊറിച്ചിൽ കാണിച്ച് മി മിക്സ് ആൽഫ എന്ന് പറഞ്ഞാൽ ഫുൾ കേർവ് ആക്കി. അത് പരാജയപ്പെട്ടു. പക്ഷെ എന്നാലും കേർവ്ഡ് അങ്ങനെ ഒരു വേറെ ലെവൽ പോയിന്റിലോട്ട് പൊക്കോണ്ടിരുന്നപ്പോൾ പതിയെ ബ്രാൻഡുകൾ കേർവ് നിന്ന് മാറാൻ തുടങ്ങി. എസ്പെഷ്യലി ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡുകൾ. പണ്ട് ആ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ നിന്ന് എല്ലാ ബ്രാൻഡുകളും കർവ് വേണ്ട, ഫ്ലാറ്റ് ആക്കാം. സാംസങ് പതുക്കെ S21 ആയപ്പോൾ കർവ് കുറച്ചു, 22 കർവ് കുറച്ചു, 23 കർവ് കുറച്ചു, 24ലാണ് കർവ് പറയാൻ പോലും ഇല്ല, 2.5D ആണ്. അതായത് ആ 3D കർവ് എന്ന് പറഞ്ഞ സിസ്റ്റം പതുക്കെ ഓരോ ഫോൺ കമ്പനികളും മാറ്റി തുടങ്ങി. അപ്പോഴാണ് ഇടിവെട്ടതിന്റെ തല പാമ്പ് അടിച്ചു എന്ന് പറയുന്ന പോലെ 20,000-30,000 റേഞ്ചിൽ ബ്രാൻഡുകൾ പതുക്കെ കർവ് വെച്ച് ആൾക്കാരെ പറ്റിക്കാൻ തുടങ്ങി. അതായത് റിയൽമി പതുക്കെ അവരുടെ 10 Pro Plus ഇറക്കി കർവ് ആക്കി. പിന്നെ പതിയെ റെഡ്മി അതിലേക്ക് ഇറങ്ങി. അതായത് ഓരോ ബ്രാൻഡുകളും ഇൻഫിനിക്സ് കർവ്, ഐറ്റൽ പോലുള്ള ബ്രാൻഡ് 15,000 താഴെ കർവ്. അതായത് കർവ് എന്ന് പറഞ്ഞാൽ ലുക്കിന് വേണ്ടി മാത്രമുള്ള ഒരു സാധനം. ആ ഒരു കർവ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ സാധനം പതിയെ ബഡ്ജറ്റിലുമായി. അതായത് ഇപ്പൊ 20,000-30,000 എടുത്ത ചവർ പോലെ കർവ്ഡ് ആണ്. അപ്പൊ ഈ കർവ്ഡിന്റെ കുറച്ച് നെഗറ്റീവ് ഫാക്ട്സ് കുറെ പേർക്ക് അറിയാം. എന്തായാലും പോസിറ്റീവ് എന്ന് തുടങ്ങുന്നതാണ് അതിന്റെ ഒരു ഭംഗി. ഓഫ് കോഴ്സ് ഒറ്റ പോസിറ്റീവ് ഉള്ളൂ, കാണാൻ ലുക്ക, അത്രേ ഉള്ളൂ. പിന്നെ ആ ഡിസ്പ്ലേ ആമോലെഡ് ആണെങ്കിൽ അതിനകത്ത് കേർവ്ഡ് ആണെങ്കിൽ ആ ഒരു ഡിസ്പ്ലേ ഇപ്പം നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ട്, അല്ലെങ്കിൽ HDR ഒക്കെ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് കിഡിലൻ ഡിസ്പ്ലേ ആണെന്ന് വെക്കുക. അതിന്റെ കളേഴ്സൊക്കെ 10 bit ഒക്കെ ആണെന്ന് വെക്കുക. കൂടെ കേർവ്ഡ് ഉണ്ടെങ്കിൽ ആ ഒരു ഫുൾ എക്സ്പീരിയൻസ് കുറച്ചുകൂടെ ലെവലിൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് വിഷ്വൽ ക്വാളിറ്റി ആൻഡ് ലുക്ക്, അതല്ലാതെ ഒരു തേങ്ങയില്ല ഇതിനകത്ത്. അതായത് ഇപ്പം പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു നോക്കും, പൊളി കേർവ്ഡ് ആണ്, ഇങ്ങനെ പറയാന്നേ ഉള്ളൂ. അല്ലാതെ പ്രാക്ടിക്കലി ഇതിനൊരു യൂസ് ഇല്ല. പക്ഷെ എന്നാലും ആൾക്കാർ പോയി കേർവ്ഡ് എടുക്കും. ഞാൻ ഒരിക്കലും കേർവ്ഡ് സജസ്റ്റ് ചെയ്യാറില്ല, ഞാൻ കേർവ്ഡ് എടുത്തിട്ടുമില്ല. പ്രൂഫ്. കാരണം പണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ ഈ ഡിസ്പ്ലേ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ ഡിസ്പ്ലേ ആയിട്ട് ഒരു ബ്രാൻഡിൻ്റെ സർവീസ് സെൻറ്ററിൽ ചെല്ലുമ്പോഴാണ് നെഞ്ചുവേദന എടുക്കുന്നത്. അപ്പോൾ കേർവ്ഡിനോട് നമുക്ക് നല്ല ശത്രുത്വം. അപ്പം നെഗറ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സാധനം ഹൈ സർവീസ് കോസ്റ്റ്. അതെ, കേർവ്ഡ് ഡിസ്പ്ലേക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേയിൽ കൂടുതൽ കാശ് മുടക്കണം. 8,000 രൂപയുടെ ഫ്ലാറ്റ് ഡിസ്പ്ലേക്ക് ചിലപ്പോൾ കേർവ്ഡിന് 10 ആകാം, 16 ആകാം, ഡിപ്പെൻസ്. അത് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഒരു ഫോൺ എല്ലാവരും മേടിച്ച് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് ടെമ്പേർഡ് ഗ്ലാസ് ആയിരിക്കും. ചിലപ്പോൾ ഗതികെട്ടവൻ ടെമ്പേർഡ് ഗ്ലാസ് കിട്ടില്ല, അന്ന് ചിലപ്പോൾ സ്ക്രീൻ പൊട്ടും. ഇങ്ങനത്തെ ഗതികേടൊക്കെയാണ്. എനിവേ,
ടെമ്പേർഡ് ഗ്ലാസ് നമ്മൾ തപ്പാൻ നേരത്ത് കേർവ്ഡിന് മാത്രം ടെമ്പേർഡ് ഗ്ലാസ് കിട്ടാൻ വലിയ പാടാണ്. കറക്റ്റ് 3D കേർവ്ഡ് അല്ലെങ്കിൽ 2.5D കേർവുള്ള കേർവ്ഡ് ഗ്ലാസ് കിട്ടാൻ വളരെ പാടാണ്. എന്നാൽ കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം, കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റിലുള്ള കേർവ് മേടിക്കും. അത് താഴെ വീണ് സൈഡ് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ മറ്റേ മിന്നൽ പോലെ ഇതിങ്ങനെ പടർന്ന് സ്ക്രീനിന്റെ അകത്ത് മൊത്തം പൊട്ടും. ടെമ്പേർഡ് ഗ്ലാസ് സേഫ് ആയിട്ടിരിക്കും, ടെമ്പേർഡ് ഗ്ലാസ്. ഇനി വേറൊരു സാധനം കവർ. അതായത് സാധാരണ രീതിയിൽ കേർവ്ഡിൽ കവർ ഇട്ട് കഴിഞ്ഞാൽ അത് ഫ്ലാറ്റാണ്, പിന്നെ എന്തിനാടെ കേർവ്, ആ ഒരു ചോദ്യം വരും. പക്ഷേ ചിലവർ ആ ഒരു ബാക്ക് കവർ ഉണ്ടാക്കുന്ന ആ ഒരു കേർവും കൂടെ നോക്കിയിട്ടാണ്. പക്ഷെ അങ്ങനെയാണ് എന്തിന് കവർ എന്നൊരു ചോദ്യം വരും. കാരണം പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് കവർ, മീൻസ് ആ ഫോണിൻ്റെ ഡിസ്പ്ലേ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് കവർ. അപ്പോൾ അതും കേർവ്ഡ് ആണെങ്കിൽ, ഐ മീൻ ആ കേർവ്ഡിൻ്റെ രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തെങ്കിൽ താഴെ വീണ കേർവ് പൊട്ടുമല്ലോ. സോ നമ്മൾ വലിയൊരു കോൺട്രഡിക്ഷന് വന്നിരിക്കുകയാണ്. അതായത് ഒന്നും മനസ്സിലാകുന്നില്ല, കൺഫ്യൂഷന് വന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് 3D കർവ് അല്ലെങ്കിൽ കേർവ്ഡ് ഡിസൈനിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ആൾക്കാരോട് ഒരിക്കലും പറയാൻ പറ്റില്ല, ബ്രോ നിങ്ങൾ കേർവ്ഡ് ഒഴിവാക്കാൻ പറയാൻ പറ്റില്ല. കാരണം കേർവ്ഡേ ഉള്ളു. ഇപ്പോൾ 25,000 ആകെ OnePlus Nord C3 അതാണ് കേർവ് ഇല്ലാത്തത്. ഇപ്പോൾ Redmi Note 13 Pro വന്നു, അതിനും കേർവില്ല. ബാക്കി എല്ലാ ഫോണും കേർവ്ഡാണ്. 14 Neo, Edge 14 Neo, Edge 40, റിയൽമിയുടെ 11 Pro, ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന 12 Pro എല്ലാം കേർവ്ഡാണ്. എനിവേ കേർവ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എൻ്റെ ഒരു സജഷൻ, നിങ്ങൾ കേർവ്ഡ് പരമാവധി നിങ്ങളുടെ ബഡ്ജറ്റിൽ ഉണ്ടെങ്കിൽ കേർവ്ഡ് ഒഴിവാക്കുക. ഉണ്ടെങ്കിൽ ഗതികേട് വെച്ച് ഉണ്ടെങ്കിൽ അത് മീൻസ് അതേ ഉള്ളെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കഴിവതും മറ്റേത് മാറ്റി മീൻസ് ഫ്ലാറ്റ് ഡിസ്പ്ലേ നോക്കുക. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ഷോ കാണിക്കുന്ന ഒരു മൈൻഡ് മാറ്റിയിട്ട്, ഷോ കാണിക്കുന്നല്ല ആ ഒരു ഒരു കേർവ്ഡ് ആണ് എന്നുള്ളൊരു മൈൻഡ് മാറ്റിയിട്ട് കവറിട്ട് ആ കേർവ് മാറിയാലും നിങ്ങളുടെ ഫോൺ സേഫായിട്ടിരിക്കുമെങ്കിൽ അതിന് പ്രിഫറൻസ് കൊടുക്കുക. ജസ്റ്റ് എ സജഷൻ, നിങ്ങളുടെ ഇഷ്ടം. എനിവേ ഇതാണ് കേർവ്ഡ് ഡിസ്പ്ലേ ചെറിയൊരു ചരിത്രവും ഭൂമിശാസ്ത്രം. ഇനി വൈകാതെ തന്നെ കേർവ്ഡ് മാറും, പറയാൻ പറ്റില്ല. ഇനി പണ്ട് ഉണ്ടായിരുന്ന പല ഫീച്ചർ ഇപ്പം പുതിയ ഫീച്ചറായിട്ട് വരും. ഇനി പറയാൻ പറ്റില്ല, കുറേ നാൾ കഴിഞ്ഞ് S Pen പോലുള്ള സമ്പ്രദായം മിഡ് റേഞ്ച് ചിലപ്പോൾ വന്നെന്നിരിക്കാം. മീൻസ് പെൻ അത്. അപ്പോൾ അതത് ഓൾറെഡി ട്രെൻഡ് ആയ സാധനം പിന്നെ ഈ പറഞ്ഞ റീസൈക്കിൾ ചെയ്ത് വരികയാണ്. സോ സിംപ്ലി ആൾക്കാരെ നമ്മൾ പറ്റിക്കുന്നത്, ദാറ്റ്സ് ഓൾ. പിന്നെ കേർവ്ഡ് ഡിസ്പ്ലേക്ക് കാശ് കൂടുതലാണ്. അപ്പോൾ ബ്രാൻഡ് ഓഫ് കോഴ്സ് നമ്മളെ ഇന്ന് പിന്നെയും പോക്കറ്റ് കീറുകയാണ്. എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ പറയാനൊന്നുമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങൾക്ക് കേർവ്ഡ് ആണോ ഇഷ്ടം അതോ കേർവ്ഡ് അല്ലായ്മയാണോ ഇഷ്ടം? എന്തായാലും കേർവിന് ലുക്കും ആ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയേ ഉള്ളൂ, അല്ലാതെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും